സ്നേഹത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും സംതൃപ്തിയുടെയും സർവോപരി സഹിഷ്ണുതയുടെയും സാഹോദര്യത്തിന്റെയും ഒരു ഓണക്കാലം കൂടി അല്ലേ? അതെ. അപ്പം എല്ലാവരും ഓണം ആഘോഷിക്കുന്ന തിരക്കിലാണെന്നറിയാം. നമസ്കാരം. കാണം വിറ്റും ഓണം ഉണ്ണണം എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഓണസദ്യക്ക് ഓണത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് ഈ ഒരു പഴഞ്ചൊല്ലിലൂടെ തന്നെ എല്ലാവർക്കും അറിയാം. നമുക്കിന്ന് ഡോക്ടറോട് ആരോഗ്യപ്രദമായി എങ്ങനെ ഒരു ഓണസദ്യ കഴിക്കാം എന്ന് ചോദിക്കാം. ഞാൻ ഡോക്ടർ സതീഷ് ഭട്ട്. ഇതെന്റെ സഹപ്രവർത്തക മീര. മീര, നമസ്കാരം. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പോഡ്കാസ്റ്റ് നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ടെന്നാണ് വിശ്വാസം, അല്ലേ? അപ്പൊ നല്ല നല്ല വിഷയങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ഇന്ന് ഈ കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന് പറഞ്ഞാൽ വിൽക്കാൻ കാണം ഉണ്ടോ ഇക്കാലത്ത്? അങ്ങനെ വിൽക്കാൻ മാത്രം കാണം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാണണം, കണ്ടറിയണം. ഇൻകാലത്തെ കാർ വിറ്റിട്ടാണ് പലരും ഓണം ഉണ്ണുന്നത്, അല്ലേ? ആൻഡ് ഓണം ഉണ്ണുന്നതിനെ കുറിച്ച് നമ്മൾ റീൽസ് ഒക്കെ കാണുമ്പോൾ, അതായത് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് എന്തോ മഹാസംഭവമാണ്, മഹാരോഗത്തിന് കാരണമാവും, കുറെ രോഗങ്ങളൊക്കെ അത് കാരണം വരും, വണ്ണം കൂടും, പ്രമേഹം കൂടും എന്നൊക്കെ കേൾക്കാറുണ്ട്. സർ, ഇപ്പൊ ഓണം എല്ലാം കഴിയുമ്പോഴേക്കും നമ്മുടെ പേഷ്യൻസ് പലരും വരാറുണ്ട്. ഞാൻ പായസം കഴിച്ചു, ഞാൻ ചോറ് കഴിച്ചു, അപ്പൊ എന്റെ ഷുഗർ ലെവൽ എല്ലാം കൂടാനുള്ള കാര്യം ഇതാണ് എന്ന് പറയാറുണ്ട്. അപ്പം അങ്ങനെയുള്ള നമ്മുടെ പേഷ്യൻസിനോട് സാർ എന്താ പറയാനുള്ളത്? വർഷത്തിൽ ഒരിക്കൽ ഒരു ഓണസദ്യയുടെ ഭാഗമായിട്ട് കഴിക്കുന്ന പായസം കാരണം മാത്രം ആരെയും ബ്ലഡ് ഷുഗർ നിയന്ത്രണം വിട്ടു പോയതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ആ സമയത്ത് ഒരു പക്ഷേ ഏതാനും ദിവസത്തേക്ക് മാത്രം ഇത്തിരി ഉയർച്ച ബ്ലഡ് ഷുഗറിൽ കണ്ടെന്ന് വരാം. പക്ഷെ ലോങ് ടേമിൽ HbA1c ഒന്നും ഒരു ഓണസദ്യ കഴിച്ചുകൊണ്ട് മാത്രം കാര്യമായി ബാധിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരുപാട് ഫിയർ മോങ്കറിങ് നടക്കുന്നുണ്ട് ഈ ഓണസദ്യയെ ചൊല്ലി. റീൽസിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒരുപാട് പേര് ഇതിനെ കീറി മുറിച്ച് കലോറി കൗണ്ടിങ്ങിൽ ഏർപ്പെടും. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. നമ്മൾ കഴിക്കുന്ന ഓരോ സാധനവും കലോറി കൗണ്ട് ചെയ്യാൻ പോയാൽ പിന്നെ അതിന് നേരെ ഉണ്ടാവുള്ളൂ. ആഘോഷങ്ങൾക്കല്ല, ആരോഗ്യത്തിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോഴുണ്ടാവുന്ന വിഷയമാണ്. വർഷത്തിൽ ഒരിക്കൽ ഒരു ഓണാഘോഷം ആഘോഷിച്ചുകൊണ്ട് മാത്രം ഒരു പ്രശ്നം വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ശരിയല്ലേ? അവിടെ നമ്മൾ നോക്കിയും കണ്ടും സെൻസിബിൾ ആയിട്ട് ഭക്ഷണം, ഇലയിലുള്ള ഭക്ഷണം, കറക്റ്റ്. അപ്പൊ ഇലയിൽ ഇപ്പൊ കഴിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് അതിന് ഒരു സയന്റിഫിക് ബേസിസ് കൊടുക്കേണ്ടതില്ല. അത് അന്ന കാലത്ത് അതൊരു അത്യാവശ്യമായിരുന്നു. ഇലയിൽ കഴിക്കുക എന്നുള്ളത് പ്രകൃതിയുമായിട്ട് വളരെ ഇണങ്ങിച്ചേർന്ന് കഴിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പിന്നെ പരമ്പരാഗതമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണസദ്യ ഒരിക്കലും വെജിറ്റേറിയൻ ആയിരുന്നില്ല. അതാത് സ്ഥലങ്ങളിൽ ലഭ്യമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു രീതിയായിരുന്നു, ഒരു ആഘോഷമായിരുന്നു. അപ്പോൾ മത്സ്യം ലഭ്യമായ സ്ഥലങ്ങളിൽ മത്സ്യം, ഇറച്ചി ലഭ്യമായ സ്ഥലങ്ങളിൽ ഇറച്ചി ഒക്കെ ഉപയോഗിച്ചതായിട്ട് ചരിത്രം പറയുന്നുണ്ട്. അതുപോലെ ഇന്ന് കാണുന്ന പോലെ 26 വിഭവം ഓണസദ്യയൊക്കെ വളരെ അടുത്ത കാലത്ത് ഉണ്ടായതാണ്. പല സംസ്കാരങ്ങളിൽ നിന്നും കടമെടുത്ത് ചെയ്തതാണ്. പക്ഷെ ഒരു ബാലൻസ്ഡ് രീതിയിൽ അതിനെ സമീപിച്ചാൽ, ഇപ്പോൾ ചോദിച്ച പോലെ ഒരു ഭയം സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല. അവിടെ സെൻസിബിളായിട്ട് നമ്മളത് എൻജോയ് ചെയ്യുക. ഇപ്പൊ പൊതുവെ പറയപ്പെടുന്നത് അരിഭക്ഷണം കുറച്ചിട്ട്, അതായത് ചോറ് കുറച്ചിട്ട് പച്ചക്കറികളുടെ ഉപയോഗം കൂട്ടുക. ഇതിൽ സർ ചോറ് തന്നെ മട്ടേരി കഴിക്കാവോ അതോ വെള്ളയരിയാണോ കഴിക്കാൻ പറ്റുന്നത്? ഇതിന്റെ ഒരു സംശയം. പരമ്പരാഗതമായിട്ട് അറിയാമല്ലോ, ചുവന്ന മട്ടയരി ആണ് ഓണസദ്യക്ക് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത്. പിന്നെ അതിന്റെ കൂടെ ഒരു ട്യൂബർ, അതായത് കിഴങ്ങ് വർഗത്തിൽപ്പെട്ട എന്തെങ്കിലും ഒന്ന്, പിന്നെ തേങ്ങ കൊണ്ടുണ്ടാക്കിയ ഒരു ഉപ്പേരി പോലെ എന്തെങ്കിലും ഡ്രൈ, പിന്നെ ഒരു കൂട്ടാൻ, ഏതെങ്കിലും ഒരു കൂട്ടാൻ, പിന്നെ ഒരു ഇലക്കറി. അങ്ങനെ 5-6 വിഭവങ്ങൾ മാത്രമായിരുന്നു ഒരു ട്രഡീഷണൽ ഓണസദ്യയിൽ. ഇപ്പോഴാണ് ഈ പറഞ്ഞ പോലെ കുറെ സാധനങ്ങൾ അതിൽ വന്നിരിക്കുന്നത്. അരി ഏതെന്നുള്ളത് നമ്മൾ കീറി മുറിച്ച് പരിശോധിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഷുഗർ കൂട്ടുന്ന അരി ഏതാണ്, കുറയ്ക്കുന്ന അരിയാണ്? അവിടെയും ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട് എന്റെ അഭിപ്രായത്തിൽ. നല്ല മട്ടയരി കിട്ടുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ദാറ്റ് ഇസ് ദ ബെസ്റ്റ്. പക്ഷെ നല്ല മട്ടയരി, ഒറിജിനൽ ചുവന്ന മട്ടയരി എത്ര പേർക്ക് ലഭ്യമാവുന്നുണ്ട് എന്നുള്ളതാണ് ചോദ്യം. പിന്നെ കപ്പ, പണ്ട് കപ്പ കേരളത്തിന്റെ ഒരു മുഖ്യ ഭക്ഷണമായിരുന്നു. ഏതെങ്കിലും ഒരു കിഴങ്ങ് വർഗം ഓണസദ്യക്ക് വേണം. ഇപ്പൊ കപ്പ കഴിക്കുന്നതുകൊണ്ട്, ഇപ്പൊ ഓണസദ്യയുടെ ഭാഗമായിട്ട് കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ അവിടെ അരിഭക്ഷണം അപ്പൊ നിയന്ത്രിക്കുക, ഇതിന്റെ ക്വാണ്ടിറ്റി കറക്റ്റ് അതിലായിരിക്കണം. അതാണ് ഈ സെൻസിബിൾ രീതിയിൽ കഴിക്കുക എന്നുള്ള പറഞ്ഞു വരുന്നതിൽ അർത്ഥം. അതായത് ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കുക എന്നുള്ളതിലുപരി. അപ്പൊ കപ്പയും പിന്നെ പല കിഴങ്ങുകളും ചേനയും ചോറും എല്ലാം കൂടി ഒരുമിച്ച് കഴിച്ച പിന്നെ നമ്മൾ ചോറിനെ കുറ്റം പറയുന്നതിൽ കാര്യമില്ല, അല്ലെങ്കിൽ കപ്പയെ കുറ്റം പറയുന്നതിൽ കാര്യമില്ല. കപ്പ കൂടുതൽ കഴിക്കുമ്പം ചോറിന്റെ അളവ് അല്പം കുറയും. തീർച്ചയായിട്ടും. മധുരം പായസം കൂടുതൽ കഴിക്കുമ്പോഴും
ചോറും കപ്പയുടെ ഒക്കെ അളവ് അതനുസരിച്ച് അതെ, കറക്റ്റ്. മാത്രമല്ല പായസങ്ങൾ തന്നെ ഇപ്പൊ പല വെറൈറ്റി ഉണ്ടല്ലോ, അവിടെ അതൊരു പ്രശ്നമാണ്. അൾട്ടിമേറ്റ്ലി എല്ലാത്തിലും ഉപയോഗിക്കുന്ന മധുരമാണ്. അത് പഞ്ചസാര ആയിക്കോട്ടെ, ശർക്കര ആയിക്കോട്ടെ. ഇപ്പൊ ചിലർ പറയാറുണ്ട് പഞ്ചസാരയെക്കാളും നല്ലത് ശർക്കരയാണ്. പക്ഷെ ഇതെല്ലാം ചേർത്ത് കഴിച്ചിട്ട് പിന്നെ ഏതെങ്കിലും ഒന്ന് നല്ലതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് മോശമാണെന്ന് പറയുന്നതിൽ അതെ, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കുന്നേ ഇല്ല, പക്ഷെ ശർക്കര, തേന്, കരിപ്പെട്ടി ഇതൊക്കെയാണ് ഞാൻ വെള്ളത്തിന് മധുരത്തിന് ഇടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് ഷുഗറിനെ കുറയ്ക്കാൻ സഹായിക്കുമോ? ഇല്ല. ഡയബറ്റിക്സിൽ ഇതെല്ലാം സമാസമമാണ്. ഇതെല്ലാം ഒരുപോലെയാണ് പ്രവർത്തിക്കുന്നത്. ശരീരത്തിന് തിരിച്ചറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ തേനാണോ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ പഞ്ചസാര വൈറ്റ് ഷുഗർ ആണോ ഉപയോഗിക്കുന്നത്, ശർക്കര ആണോ ഉപയോഗിക്കുന്നത് എന്ന് ശരീരത്തിന് അറിയേണ്ട ആവശ്യമില്ല. അതിലേക്ക് കാലോറി നിങ്ങൾ കയറ്റിവിടുന്നുണ്ട്. ആൻഡ് ഇതെല്ലാം കാലോറി ഡെൻസ് ആണ്. അതാണ് ഓർമ്മ വെക്കേണ്ട കാര്യം. അല്ലാണ്ട് ഇതിൽ ഫൈബർ ഉണ്ട്, അതിൽ കുറച്ച് അയേൺ കൂടുതലുണ്ട്. യെസ്, പണ്ടത്തെ ശർക്കരയിൽ ചില അയേൺ കോണ്ടന്റ് കൂടുതലാണെന്ന് പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. എന്ന് വിചാരിച്ച് അയേൺ കിട്ടാനായിട്ട് ഞാൻ പഞ്ചസാര മാറ്റി ശർക്കര മാത്രം കഴിക്കുന്നതിൽ ഒരർത്ഥമില്ല. ബിക്കോസ് അൾട്ടിമേറ്റ്ലി കാലോറീസ് ആണ്. പിന്നെ കേരവൃക്ഷം നിറഞ്ഞു നിൽക്കുന്ന കേരളത്തില് നമ്മള് തേങ്ങ, വെളിച്ചെണ്ണയുടെ ഉപയോഗം എങ്ങനെ, ഏത് അളവിലായിരിക്കും? ഇപ്പൊ ഇത്രയും കറികളുണ്ട്, അപ്പൊ ഇതിലെല്ലാം നമ്മൾ വെളിച്ചെണ്ണ എന്തായാലും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ വെളിച്ചെണ്ണ നല്ലതാണോ? വെളിച്ചെണ്ണ വിഷമാണെന്നൊരു ഒരു പുതിയ നെറേറ്റീവ് ഇപ്പൊ ഈ അടുത്ത കാലത്ത് കേൾക്കുന്നുണ്ട്. ഞാൻ അതിനോട് യോജിക്കില്ല. അവിടെയും സെൻസിബിൾ ആയിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വിഷമയമൊന്നുമില്ല. നല്ല വെളിച്ചെണ്ണ കിട്ടാനാണ് പാട്, അതാണ് പ്രശ്നം. ഇപ്പൊ കിട്ടുന്ന പലപ്പോഴും മായം ചേർത്ത വെളിച്ചെണ്ണ വിഷം തന്നെയാണ്. പക്ഷെ ശുദ്ധമായ വെളിച്ചെണ്ണ കിട്ടാൻ ഭാഗ്യമുള്ളവർ നിങ്ങളല്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് മിതമായ അളവിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് വെളിച്ചെണ്ണ അങ്ങനെ ഒരു വിഷമയമുള്ള സാധനമാണെന്നോ അങ്ങനെ പറയാൻ തൽക്കാലം നമ്മൾ പാടില്ല. നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. കാരണം നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ് നമ്മുടെ ടേസ്റ്റ്. പെട്ടെന്ന് മസ്റ്റേർഡ് ഓയിൽ ഇപ്പൊ പറയുന്ന സ്മോക്ക് പോയിന്റ്, പിന്നെ ഇൻഫ്ലമേറ്ററി ഇൻഡെക്സിലൊക്കെ മസ്റ്റേർഡ് ഓയിൽ വളരെ നല്ലതാണെന്ന് പറയുന്നു. പക്ഷെ എത്ര പേർക്ക് ഈ നാട്ടിൽ, ഈ പ്രത്യേകിച്ച് ഓണസദ്യയുടെ ഭാഗമായിട്ട് മലയാളികൾക്ക് എത്ര പേർക്ക് മസ്റ്റേർഡ് ഓയിലിലേക്ക് മാറാൻ പറ്റും? ഓഫ്കോഴ്സ് ഈ കാലത്ത് വളരെ കോസ്മോപോളിറ്റൻ ഔട്ട്ലുക്ക് ഒക്കെ ഉള്ളവർക്ക് അത് സാധിച്ചെന്ന് വരാം. ബട്ട് നോട്ട് ഓൺ എ റെഗുലർ ബേസിസ് അത് സാധ്യമാവുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ സാധ്യമാവുന്നവർക്ക് നല്ലതായിരിക്കാം. അപ്പൊ സാറ് പറയുന്നത് കേരളത്തിലുള്ള മലയാളികളോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ളവരോ ആരും ഭയപ്പെടേണ്ട. നമ്മുടെ ഓണസദ്യ കഴിക്കുന്നത് കൊണ്ട് ഡയബറ്റിസിന് അതുകൊണ്ട് മാത്രം ഡയബറ്റിസിന് ഒന്നും സംഭവിക്കുന്നില്ല. നമ്മൾ ഹെൽത്തി ആയിട്ട് കഴിക്കുക, അളവുകൾ കറക്റ്റായിട്ട് പാലിച്ച് അരി കൂട്ടുമ്പോൾ ബാക്കിയുള്ളത് കുറയ്ക്കുകയും അതിനെയുള്ള ആ ഒരു റേഷ്യോ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു ഹൃദയം നിറഞ്ഞ ഓണ സീസൺ ഞങ്ങൾ നേരുന്നു. ആശങ്കപ്പെടേണ്ട, ആഹ്ലാദിക്കുക, ആർമാദിക്കുക. അതെ അല്ലേ? അതായിരിക്കണം നമ്മുടെ ഓണത്തിന് നമ്മുടെ ഒരു രീതി. സേഫ് ആയിട്ട് ഹെൽത്തി ആയിട്ട് ആഘോഷിക്കുക, സെൻസിബിൾ ആയിട്ടുള്ള രീതിയിൽ ആഘോഷിക്കുക. എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ നേരുന്നു. ഡയബറ്റിക് കെയർ ഇന്ത്യ ആൻഡ് ഫാമിലി. യെസ്.